ഒരു അമ്മയുടെ തലപ്പത്തിരുന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവർ പലരും ചെയ്തു. അതാണ് അവർക്ക് തെറ്റിപ്പോയത്. അല്ലാണ്ട് ഇവിടെ അവർ മോശക്കാരല്ല, പെണ്ണുങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാത്തവരായിട്ടൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. നമ്മുടെ ഇത്രയും വലിയ അമ്മയെ പോലത്തെ ഒരു താര സംഘടനയെ നയിക്കുമ്പോൾ അവരതിൽ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ടേ? അട്ടർ ഫ്ലോപ്പ് എന്ന് പറയില്ല കേട്ടോ ഞാൻ. അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എന്തെല്ലാം കാര്യങ്ങൾ അവർ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തു നമുക്കതൊക്കെ അറിയാം. വിറ്റ്നസ് ചെയ്തിട്ടുള്ളവരാണ്. ഈ ശ്വേതയോ കുക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ആരും മോശക്കാരുമല്ല. പക്ഷേ അമ്മയുടെ ഒരു മുഖച്ഛായ തന്നെ ഇപ്പം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് എത്തുന്നത് ഭയങ്കര മോശം, ഭയങ്കര സങ്കടമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഈ മീറ്റിങ്ങിന് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാ വർഷവും പോകുമ്പോഴും ഭയങ്കര സന്തോഷത്തിൽ. കാരണം ഒരു വർഷം കൂടുമ്പോൾ നമ്മൾ നമുക്ക് ഒരു വർഷം കയറി എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വരുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഞാൻ ഈ ദിവസം കാത്തു വച്ചിരിക്കണം എന്ന് പറയാമോ, എല്ലാവരും ഇങ്ങനെ കാണാനാണെന്ന്. അതിൻ്റെ 100 ഇരട്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മമ്മൂക്ക അത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ 100 ഇരട്ടിയാണ്. എല്ലാവരെയും ഒന്ന് നേരിട്ട് കാണുക, സംസാരിക്കുക. നമ്മുടെ പഴയ ആർട്ടിസ്റ്റുകളൊക്കെ വരും. വയ്യാത്ത എത്രയോ അമ്മമാരൊക്കെ ആണെങ്കിലും അവരൊക്കെ ആ ഒരു ദിവസം ഓടിയെത്തും അവിടെ. എന്തിനാണെന്നറിയോ? എല്ലാവരും ഒന്ന് കാണാൻ. ആ പഴയ നമ്മുടെ കാലങ്ങളൊക്കെ ഉണ്ടല്ലോ, അഭിനയിച്ചിരുന്ന കാലം, അന്ന് കണ്ടവരെയൊക്കെ ഒന്നും കൂടി ഒന്ന് കാണാൻ. പക്ഷേ ഈ പ്രാവശ്യത്തെ മീറ്റിങ്ങിന് പോയപ്പോൾ ഒരാഴ്ച മുന്നേയൊക്കെ മനസ്സിൽ ഭയങ്കര പടപടപ്പായിരുന്നു. എന്താണാവുക, ഇനി അവിടെ ചെന്ന് എന്ത് സംഭവിക്കും? ശരിക്കും ഭയങ്കര ആ ഒരു ടെൻഷനിലൂടെ പോയ പോലെ തന്നെയൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ്. അട്ടർ ഫ്ലോപ്പ് എന്ന് പറയില്ല കേട്ടോ ഞാൻ. അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എന്തെല്ലാം കാര്യങ്ങൾ അവർ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തു നമുക്കതൊക്കെ അറിയാം. വിറ്റ്നസ് ചെയ്തിട്ടുള്ളവരാണ്. ഈ ശ്വേതയോ കുക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ആരും മോശക്കാരുമല്ല. പക്ഷേ അവരുടെ തുടക്കത്തിലെ തന്നെ കുറേ പാളിച്ചകളോടെ സംഭവിച്ചു പോയി ഇവർക്കിടയിൽ തന്നെ. ശ്വേതയ്ക്കും കുക്കുവിനും തമ്മിലുള്ള ഇടയിലുള്ള ഈഗോ ക്ലാഷസ് വന്നു കുറേ. പിന്നെ കുറേ ചേരിയായിപ്പോയി അവിടെ. പല ഇത് ഇവർ ഈ 17 പേര് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒരു അമ്മ എന്ന് പറഞ്ഞാൽ ഇവരെന്താ ചിന്തിച്ചത്? ഒരു അമ്മയെ നേതൃത്വ നിരയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ അംഗങ്ങൾ ആരൊക്കെയാണ്? മധുസാറ് തുടങ്ങിയുള്ള അവർ അതുപോലെയുള്ള നമ്മുടെ ലെജൻസ് എത്രയോ ആൾക്കാർ, മമ്മൂക്കയും ലാലേട്ടനെയൊക്കെ പോലെയുള്ള ഇത്രയും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സൂപ്പർ സ്റ്റാർസും നമ്മുടെ ഇത്രയും വലിയ അമ്മയെ പോലത്തെ ഒരു താര സംഘടനയെ നയിക്കുമ്പോൾ അവരതിൽ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ടേ? ഒരു ഇഷ്യൂ വരുമ്പോൾ അവർ ചിന്തിക്കണം. പുറത്തേക്ക് പോയിട്ട് ഇതുപോലുള്ള വൃത്തികേടുകൾ വിളിച്ച് പറയുക, ഇത് ഒരു അമ്മയുടെ തലപ്പത്തിരുന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവർ പലരും ചെയ്തു. അതാണ് അവർക്ക് തെറ്റിപ്പോയത്. അല്ലാണ്ട് ഇവിടെ അവർ മോശക്കാരല്ല, പെണ്ണുങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാത്തവരായിട്ടൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. ഞാൻ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നു. എനിക്ക് ഭയങ്കര സങ്കടം ശ്വേത രാജിവെച്ചതിൽ. ശ്വേത ഒരിക്കലും രാജിവെക്കരുതായിരുന്നു. കാരണം ശ്വേത അതിന് മുന്നിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതിനും വീണ്ടും വല്ല ക്രിമിനൽ കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടുമില്ല ഇവരാരും. പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ള പിന്നെ അൻസിബ എന്ന് പറയുന്ന കുട്ടിയെ, അവൾ പറയുന്ന പ്രശ്നങ്ങൾ കേൾക്കാൻ അവരൊരു ഇത് കൊടുത്തില്ല. അതൊരു തെറ്റായിപ്പോയി. ശ്വേത ഇനി ബാക്കി ഇനി ആരെങ്കിലും ശ്വേതയെ പറഞ്ഞു തിരിച്ചതാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവരുടെ ഇടയിൽ എന്ത് സംഭവിച്ചു നമുക്ക് പുറത്ത് നിന്നിട്ടല്ലേ അറിയുള്ളൂ. ഇന്നലെ സംസാരിക്കുമ്പോൾ ശ്വേത സംസാരിച്ചു. ശ്വേത കുറേ നേരം സംസാരിച്ചപ്പോൾ സത്യത്തിൽ എൻ്റെ മനസ്സ്, ഞാൻ ഇവിടെ നിന്ന് 100% ഇതായിട്ട് പറയാം, എനിക്ക് പിന്നെ തോന്നി ശ്വേതയ്ക്കൊക്കെ ഇനിയും ഒരു ചാൻസ് കൊടുക്കണം. അവർ പറഞ്ഞു ഒരു 45 days താ. അപ്പോൾ അവർ കണക്കുകൾ കൃത്യമായിട്ടും എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും അവർക്കൊന്നും കൂടി അവർ ഈ 3 വർഷം തികയ്ക്കണമെന്ന് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു, സത്യം പറയാം. പക്ഷെ പിന്നെ അവിടെ ഉണ്ടായ കുറേ നാടകീയ രംഗങ്ങൾ, എന്താ പറയുക, അൻസിബ വന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ അവിടെ എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായി. ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായി. പിന്നെ അവർക്ക് മാറിയ തരയുണ്ടായുള്ളൂ. ജനറൽ ബോഡിയിൽ ഒരു 75% ആൾക്കാർ എതിർപ്പ് നിന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ സങ്കടമുണ്ട്, ശരിക്കും സങ്കടമുണ്ട്. ആ ഒരു ടീമിന് മുഴുവൻ 3 വർഷം പോകാൻ പറ്റാത്തതിൽ ഞാൻ ശരിക്കും എനിക്ക് നല്ല വിഷമമാണ് ഉള്ളത്. എല്ലാവർക്കും തെറ്റുകൾ പറ്റിയാണ്, തെറ്റുകളിൽ കൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ എൻ്റെ ഒറ്റ ഒരു സങ്കടം എന്ന് വെച്ചാൽ ഇത്രയും മോശമായിട്ടുള്ള രീതി ഇവർക്ക് അതിൻ്റെ ഉള്ളിൽ തീർക്കാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ എല്ലാം എടുത്ത് വെളിയിലേക്കിട്ട് നശിപ്പിക്കേണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്രയേറെ ഇവർ ഉണ്ടായ കംപ്ലീറ്റ് കാര്യങ്ങളും അവരവിടെ എന്ത് സംസാരിച്ചോ അപ്പം തന്നെ ഒരു ചാനലിലേക്ക് വരികയാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, എത്ര മോശമാണത്. അത് കൺട്രോൾ ചെയ്യാൻ പോലും അവർക്ക് പറ്റുന്നില്ലല്ലോ. ഈ അമ്മയിലെ മുതിർന്ന നടന്മാരായ മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെയുള്ള താരങ്ങളുടെ ഒരു പ്രതികരണം എന്തായിരുന്നു ഇന്നലത്തെ മീറ്റിംഗ്? നമുക്ക് വന്നില്ല. എന്താണ് കാരണം നമുക്കറിയില്ല. നമുക്ക് വന്നിട്ടില്ല. ലാലേട്ടൻ വന്നു, വൈകുന്നേരം വരും ലാലേട്ടൻ. പക്ഷേ ലാലേട്ടൻ വന്നിട്ട് ഒരു കാര്യം അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല ആക്ച്വലി ലാലേട്ടന്. ലാലേട്ടൻ വന്നു ഇത്ത കാര്യം പറഞ്ഞോളൂ,
ഒരുപാട് വിഷമത്തോടെയാണ്, ഒരുപാട് സന്തോഷത്തോടെ വരണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ പുള്ളി ഇരിക്കലുണ്ടപ്പോൾ ഞാനൊക്കെ ബാക്കിലിരുന്ന് ഭയങ്കര ടെൻഷനാണെന്നില്ല. കാരണം ലാലേട്ടനെ പോലെ ഒരു വ്യക്തി ഇവിടെ ഫ്രണ്ടിലിരിക്കുകയാണ്. ഈ ആർഗ്യുമെൻറ്റ്സും പ്രശ്നങ്ങളും ഇതൊക്കെ നടക്കുമ്പോൾ ലാലേട്ടൻ്റെ മനസ്സിലും എത്ര ആങ്സൈറ്റിയും ടെൻഷൻ ചെയ്തു. കാരണം പുള്ളിക്ക് ഇത് കയറി എതിർക്കാനും പറ്റുന്നില്ല. പുള്ളി പക്ഷെ കയറിയിട്ട് പറഞ്ഞ ഒറ്റ കാര്യം, എനിക്കിത് കണ്ടിന്യൂ ചെയ്യണമെന്ന് നിർബന്ധിക്കാൻ പറ്റില്ല. ഇവർക്ക് 45 ഡേയ്സ് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൊടുക്കുക, ഇത് നിങ്ങൾക്ക് വിട്ടു തരുന്നു, ഇത് ഈ ജനറൽ ബോഡി ഇവർ തീരുമാനിക്കുക, നിങ്ങൾ പറയുന്നത് പോലെ. അല്ലാണ്ട് ഞാനായിട്ട് ഈ ഒരു ഇവരെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയാൻ ഞാൻ ആളല്ല. ഈ സമിതി മാറി, ഇപ്പൊ ഹേമ കമ്മിറ്റി വന്ന സമയത്ത് ആദ്യത്തെ സമിതി മാറി, രണ്ടാമത്തത് ഇപ്പൊ ഇങ്ങനെ മാറി. ഈ അമ്മയിൽ ഈ തർക്കമല്ലാതെ അമ്മേന്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പൊ ചാരിറ്റി പോലെ, പെൻഷൻ പോലുള്ള പ്രവർത്തനങ്ങൾ. ഈ തർക്കത്തിന്റെ ഇടയിൽ ഇതിന്റെ ഒരു സുഗമമായിട്ടുള്ളൊരു ഇടപാടുകൾ, അതിലൊരു നിങ്ങൾക്കൊരു ആശങ്ക ഉണ്ടാവില്ലേ? അമ്മയിലെ ഭാരവാഹി എന്ന നിലയിൽ അങ്ങനത്തെ ഒരു ആശങ്ക നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? ആശങ്ക എപ്പോഴും എന്തായാലും ഉണ്ടാവുമല്ലോ. ഇങ്ങനത്തെ ഒരു പ്രശ്നം നടക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരു ആശങ്ക ഉണ്ടാവും. കാരണം ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഇതൊക്കെ ഇനി കണ്ടിന്യൂ ചെയ്യുമോ, ഇതൊക്കെ നിന്ന് പോകുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മെഡിസിൻ മൊത്തം അമ്മയാണ് തരുന്നത്. സഞ്ജീവനി മൊത്തം ആൾക്ക് എന്തുമാത്രം മെഡിസിൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇത്രയും പേരുടെ മെഡിസിൻ അമ്മയാണ്. 2-3 മാസത്തെ ഒരുമിച്ചുള്ള മെഡിസിനാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ കാര്യങ്ങൾ നടക്കുന്നു. പെൻഷൻ, കൈനീട്ടം എന്നുള്ള കാര്യം 100 ചില്ലാനും പേർക്കാണ് ഇപ്പോൾ കൈനീട്ടം കിട്ടുന്നത്. 5000 രൂപ വെച്ച് എല്ലാ മാസവും. പിന്നെ മറ്റേ നമ്മുടെ ഇൻഷുറൻസ് വലിയ കാര്യമില്ല. ഞാൻ കോവിഡിനൊക്കെ എത്രയും കിടക്കുമ്പോൾ 2,50,000 3 ലക്ഷം കണ്ടുകൊണ്ട് ഞാനന്ന് വളരെ സീരിയസ് ആയിട്ട് കിടന്നത്. എല്ലാം അമ്മയാണ് ചെയ്തത്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ, എന്നെന്ന് വെച്ചാൽ എന്നെപ്പോലൊരു ആർട്ടിസ്റ്റിന് പോലും അതൊരു വലിയ, അപ്പോൾ എന്നെക്കാളും വർക്കൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടും ഭയങ്കരമായി പ്രശ്നത്തിലുള്ള ആൾക്കാരും ഉണ്ട് നമുക്കിടയിൽ. അവരെയൊക്കെ സംബന്ധിച്ചും ഭയങ്കരമായ ആശങ്കയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഉണ്ടായൊരു സംഭവം കൂടി പറയും. ഇന്നലെ നമുക്ക് ഒരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കി. അതിലൊരാളെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് ആളില്ല നമുക്ക് പറയാനായിട്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈനീട്ടം വാങ്ങുന്നവർക്കൊന്നും ഈ അഡ്ഹോക് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ നമുക്ക് എലക്ഷനോ നിൽക്കാൻ പാടില്ല. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അല്ല, ഇടവേള ബാബു ലാസ്റ്റായിട്ട് നിന്ന് പോണ വർഷമില്ലേ, ആ സമയത്താണ് ഇങ്ങനെ ഒരു നിയമം അത് കൊണ്ടുവന്നത്. ഈ കൈനീട്ടം വാങ്ങുന്നവരെല്ലാവരും താൽക്കാലിക മെമ്പേഴ്സാക്കി കളഞ്ഞു. ഞങ്ങളൊക്കെ ലൈഫ് മെമ്പറായിരുന്നു. ഞാൻ അമ്മ തുടങ്ങുന്ന വർഷമുണ്ടല്ലോ, ഏത് ബിഗിനിങ് അന്ന് തുടങ്ങി. അന്ന് ഈ തിരുവനന്തപുരത്ത് ഇതിൻ്റെ തുടക്കം, അന്ന് 3-4 ദിവസം അവിടെ ക്യാമ്പ്, ഞങ്ങൾ ഡാൻസ് പാട്ട്, അന്നുള്ള മെമ്പറാണ് ഞാൻ. തുടങ്ങി അന്ന് തുടങ്ങി. ഇന്നലെ 32ാമത്തെ യോഗത്തിലും പങ്കെടുത്ത ആളാണ് ഞാൻ. ഓന് പ്രസവിച്ച് കിടന്ന് 1 വർഷമാണ്, ഡെലിവറി കഴിഞ്ഞ വർഷം മാത്രമേ ഞാൻ പങ്കെടുക്കാത്തുള്ളൂ. ബാക്കി എല്ലാ വർഷവും കറക്റ്റായിട്ട് ഇതിൽ പങ്കെടുത്ത ആളാണ്. പക്ഷേ ഞാനൊക്കെ കഴിഞ്ഞ എൻ്റെ 2 വർഷം മുന്നേ ഇടവേള ബാബു പെട്ടെന്ന് വായിക്കുകയാണ് ഇവരെല്ലാവരെയും താൽക്കാലിക മെമ്പേഴ്സാക്കുന്നു. ഭയങ്കര വിഷമം തോന്നി. അങ്ങനത്തെ ഒരു തീരുമാനത്തിൽ ഭയങ്കരമായൊരു, എല്ലാവർക്കും ഭയങ്കര ഒരു സങ്കടമുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ അതിലൊരു തിരുത്തൽ വേണമെന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും കൈനീട്ടം വായിക്കുന്നുണ്ട്. ഒറ്റ ആൾക്ക് പോലും ഈ നേതൃസ്ഥാനത്തേക്ക് വരാൻ പറ്റില്ല. അവരാരും പരിഗണിക്കാൻ പറ്റില്ല. ആകെയുള്ളത് കുറച്ച് മേടിക്കാത്ത കുറച്ച് സീനിയേഴ്സ് മെമ്പേഴ്സൊക്കെ ഉണ്ടാവും, സീനിയർ മെമ്പേഴ്സ്, അതൊന്നും ആവശ്യമില്ലാത്തവർ. അല്ലാത്തവരെല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് നമ്മുടെ ലളിത ചേച്ചി വരെ, പൊന്നമ്മ ചേച്ചി വരെ, അല്ലെങ്കിൽ എല്ലാവരും സീമ അമ്മ, ഇവരൊക്കെ വാങ്ങിക്കുന്നുണ്ടല്ലോ. എല്ലാവരും കൈനീട്ടം വാങ്ങിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, അങ്ങനൊരു നിയമം അന്ന് പെട്ടെന്ന് അങ്ങനെ ഇതിലേക്ക് പറഞ്ഞു വന്നതാണ്. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു തിരുത്തൽ വേണമെന്നും അതിലൊരു നിയമത്തിലുള്ളതാണോ എന്നും അങ്ങനെ ചെയ്യാൻ പാടില്ലേ എന്നുള്ളൊക്കെ ഒരു ശരിക്കും പറഞ്ഞ ഒരു ഇത് വേണമെന്ന്. കാരണം ഒരാളെ നമുക്ക് പറയാനില്ല. ഞങ്ങളൊക്കെ എറണാകുളത്ത് കിടക്കുന്നവരാണ്. ഇപ്പം ഈ യുവതാരങ്ങളിൽ പലരും ഈ അമ്മയുടെ നേതൃസ്ഥാനം, അമ്മയിലെ അങ്ങനത്തെ പരിപാടികളിൽ നിന്നൊക്കെ കുറച്ചൊരു വിട്ട് നിൽക്കുന്നതായിട്ട് പൊതുവേ കാണുന്നുണ്ട്. അപ്പം അവരെ യുവ നടന്മാരെയും യുവ സംവിധായകന്മാരെയും ആകർഷിക്കാനോ അല്ലെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യാനോ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? അല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഈ നേതൃത്വ നിരയിലേക്ക് വരുന്നവർ ശരിക്കും അതിനുവേണ്ടി ശ്രമിക്കണം. എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കമ്മിറ്റി വന്നപ്പോൾ, സ്ത്രീകൾ വന്നപ്പോൾ എനിക്ക് വലിയ എൻ്റെ ഒരു മനസ്സിലൊരു ആഗ്രഹമായിരുന്നു, നമ്മുടെ ഇതിൽ നിന്ന് വിട്ടുപോയ ഭാവന, പാർവതി തിരുവോത്ത്, പിന്നെ നമ്മുടെ റീമ കല്ലിങ്കൽ, പിന്നെ രേവതി ചേച്ചി,
പിന്നെ ആരാണ് രമ്യ നമ്പീശൻ, ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞ് സംസാരിച്ച് അനുനയിപ്പിച്ച് നമ്മുടെ അമ്മയിലേക്ക് കൊണ്ടുവരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അതിനൊന്നും ഇനിഷ്യേറ്റീവ് എടുക്കാനോ സംസാരിക്കാനോ ഒന്നും നടന്നില്ല. അതൊരു ശരിക്കും അവരെയൊക്കെ നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ അമ്മ പോലൊരു സംഘടന വേറെ എങ്ങുമില്ല. ഇതുപോലെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരും വളരെ ഇതായിട്ട് നോക്കിക്കാണുന്ന ഒരു സംഘടനയാണ് അമ്മയിൽ, നമ്മുടെ മലയാളത്തിലുള്ള അമ്മയെ. അപ്പോൾ അത് ആ ഒരു സീരിയസ് ആയിട്ട് നമ്മൾ അതിനെ എടുക്കണ്ടേ? അതിൻ്റെ തലപ്പത്തേക്ക് ഒരാൾ വരുമ്പോൾ വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മളിലുള്ളതെന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഓരോ സ്റ്റെപ്പും വയ്ക്കാനായിട്ട്. അപ്പം അമ്മയിലെ തർക്കങ്ങൾ ഒരു പക്ഷത്തോടെ അങ്ങനെ നടക്കട്ടെ, നമുക്കൊരു പരിഹാരം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പം ധ്യാനും അജുവൊക്കെ പറഞ്ഞിരുന്നു, ധ്യാനും ഇവരൊക്കെ വരാൻ. പിന്നെ ഇവിടെ ഇവനുണ്ടല്ലോ ആസിഫ് അലിയും ഇവരൊക്കെ വരാമെന്ന് ഇപ്പോൾ പറയുന്നുണ്ട് പിള്ളേരൊക്കെ. അപ്പോൾ ഇവരൊക്കെ വരട്ടെ, ഈ കുട്ടികളൊക്കെ വന്ന് നമ്മുടെ നേതൃത്വ നിരയിലാണെങ്കിലും നമ്മുടെ കുട്ടികളെല്ലാവരും വന്ന് നമ്മുടെ യങ്സ്റ്റേഴ്സൊക്കെ വന്ന് ആ അമ്മയിലൊക്കെ ഇരിക്കുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും, കാണാൻ കൊതിയാണ് അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ ഒരു നാളത്തെ ഒരു അമ്മ അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.